റാഗിംഗ് കേസിൽ പ്രതികരണവുമായി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് രംഗത്ത്. പോലീസ് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം റാഗിംഗ് നടത്തിയ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് പുറത്താക്കുമെന്ന് ചെയർപേഴ്സൺ ഡോക്ടർ KT മോളി ന്യൂസ് മലയാളത്തോട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് കെവിൻ കെന്നഡി ചേരുകയാണ്. ഹലോ ഹലോ ഡോക്ടർ KT മോളി മാഡം അല്ലേ? അതെ, നമസ്കാരം മാഡം. ഞാൻ ന്യൂസ് മലയാളം ചാനലിന്റെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ടറാണ്. എൻ്റെ പേര് കെബിൻ എന്നാണ് മാഡം. ഓക്കെ മാഡം, ഈ അവിടെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്ന പ്രണവ് അർജുൻ എന്ന് പറയുന്ന വിദ്യാർത്ഥികൾക്ക് റാഗിംഗ് നേരിട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്നൽ പോലീസ് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് കൊടുത്തയച്ചാണല്ലോ. അപ്പം ഈ അതില് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ഈ പ്രതികളായ ഗോവിന്ദ്, അതേപോലെ ഈ ശ്രുജിത്ത് എന്നിവർക്ക് നേരെ കോളേജ് എന്ത് നടപടിയാണ് മാഡം സ്വീകരിച്ചത്? അത് നമ്മളിപ്പം അതിനകത്ത് കൂടുന്നേ ഉള്ളൂ. നമ്മൾ എന്തായാലും പരാതി കിട്ടിയ ഉടനെ തന്നെ ആന്റി റാഗിംഗ് സെല്ല് കൂടിയിട്ട് നമ്മുടെ ആന്റി റാഗിംഗ് കമ്മിറ്റി കൂടി റിപ്പോർട്ടാക്കി എത്രയും പെട്ടെന്ന് അത് പോലീസിന് കൈമാറുകയാണ് നമ്മൾ ചെയ്തത്. ആന്റി റാഗിംഗ് സെല്ലിന്റെ അവര് പറയുന്ന നിർദ്ദേശം അനുസരിച്ച് നമ്മളത് കൊടുത്തിട്ടുണ്ട്. ഇവര് ഇപ്പം ഒരു സസ്പെൻഷൻ ആയിരിക്കത്തില്ല, അതിലും അപ്പുറത്തൊക്കെ ആയിരിക്കും. അതെന്തായാലും ആ പോലീസിന്റെ ഒരു റിപ്പോർട്ടും കൂടെ എനിക്ക് വരാനുണ്ട്. അതിനുശേഷമാണ്, അങ്ങനെയാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, സസ്പെൻഷൻ അതായത് ഒരു പിരിച്ചുവിടൽ നടപടികളിലേക്ക് കടക്കുമല്ലേ? എന്താ തിരിഞ്ഞില്ല. അതായത് പിരിച്ചുവിടൽ നടപടികളിലേക്ക് കടക്കുമല്ലേ? അതായത് കോളേജിൽ നിന്ന് TC കൊടുത്തു. കൊച്ചിയിൽ നിന്ന് കെബിൻ കെന്നഡി ചേരുകയാണ് നമുക്കൊപ്പം. കെബിൻ, വളരെ ഗൗരവകരമായ ഒരു വിഷയം തന്നെയാണിത്. കാരണം ഈ ഒരു വാർത്ത ന്യൂസ് മലയാളം പുറത്തുവിട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിക്രൂരമായ റാഗിങ്ങിനാണ് ഈ വിദ്യാർത്ഥി ഇരയായത് എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനു മുന്നേയും ഇത്തരത്തിൽ റാഗിംഗ് സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് വിദ്യാർത്ഥി എടുത്തു പറയുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇതിനു മുമ്പേ ഇത്തരത്തിൽ പരാതി ലഭിച്ചിട്ടും ഈ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ നടപടികളും ആ സീനിയർ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായിട്ടില്ല എന്നാണോ? ഇപ്പോൾ പോലീസ് നടപടിക്ക് ശേഷമാണോ ഇവർ ഇത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? ആതിര, എറണാകുളം അമൃത മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റാഗിങ്ങിനെതിരായിട്ടുള്ള നമ്മളുടെ വാർത്ത പുറത്തു വന്നതിന്, ന്യൂസ് മലയാളം വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രതികരണവുമായി ചെയർപേഴ്സൺ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഇത് ആദ്യഘട്ടത്തിൽ പരാതി കോളേജ് ആന്റി റാഗിംഗ് കമ്മിറ്റിക്ക് നൽകിയിരുന്നു. ആ സമയത്ത് ആന്റി റാഗിംഗ് കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയതിനു ശേഷം മാതാപിതാക്കളുടെ ഇടപെടൽ മൂലം പോലീസിന് കൈമാറുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ചേർന്നല്ലൂർ പോലീസ് ഈ വിദ്യാർത്ഥി രണ്ടും മൂന്നും നഴ്സിംഗ് വർഷ വിദ്യാർത്ഥികളായ ഗോവിന്ദിനെതിരെയും സുജിത് കുമാറിനെതിരെയും കേസ് ഫയൽ ചെയ്യുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ആ സാഹചര്യത്തിൽ പോലീസിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും പുറത്താക്കും. സമാനമായ സാഹചര്യത്തിൽ നേരത്തെയും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ഈ വിദ്യാർത്ഥികൾ നേരിട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇനിയൊരു അവസരം നൽകാൻ താല്പര്യപ്പെടുന്നില്ല എന്നും കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതിനനുസരിച്ചായിരിക്കും തുടർ നടപടികൾ. ആതിര, ശരി. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ജൂനിയർ വിദ്യാർത്ഥി റാഗിങ്ങിനിരയായി എന്ന ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതികരിച്ചിരിക്കുന്നത്. ചെയർപേഴ്സൺ ഡോക്ടർ KT മോളിയാണ് ന്യൂസ് മലയാളത്തോട് സംസാരിച്ചത്. പോലീസ് നടപടികൾ പുരോഗമിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലീസിന്റെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം റാഗിംഗ് നടത്തിയ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും പുറത്താക്കുമെന്നാണ് ചെയർപേഴ്സൺ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് കെവിൻ കെന്നഡി.